ഔട്ടിങ് എൻ്റെ മനസ്സിലേ ഇന്നത്തെ ദിവസം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ എൻ്റെ മനസ്സിലേക്ക് ഇട്ട് തന്നത് രണ്ടുപേരാണ്. അമ്മ എൻ്റെ അടുത്ത് ചുമ്മാ ചോദിക്കുക, ഡിഞ്ചു വെറുതെ ഒരു ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് വാ, ഒരു ഡ്രസ്സൊക്കെ പോയി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചിയാണെങ്കിലും ഡിഞ്ചുന്ന് ഷോപ്പിങ്ങിനൊന്നും പോണില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ആയപ്പോൾ എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാന്ന് ഞാനും വിചാരിച്ചു. ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം എല്ലാ കൊല്ലവും ബർത്ത്ഡേയുടെ തലേ ദിവസം ഇങ്ങനൊരു കലാപരിപാടി അരങ്ങേറാറുള്ളതാണ്. ഇക്കൊല്ലം എന്തോ അത്ര അങ്ങോട്ട് ഒരു മൂഡ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ചോദ്യങ്ങളായി പിന്നെ ഈ ഒരു കമൻറ്റും കൂടി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് പോയിട്ട് തന്നെ കാര്യം. അങ്ങനെ ഒന്ന് പോയി അടിച്ചു പൊളിച്ചൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ പതിവ് പോലെ ഗ്രോസറി ഒക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി. അമ്മ എന്താണെന്നറിയില്ല ഇന്ന് എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അതിവില്ലാതെ ഇന്ന് വൈകുന്നേരം മുതൽ ഒരു പ്രത്യേക സ്നേഹപ്രകടനമൊക്കെയാണ്. വന്ന പാടെ എൻ്റെ കയ്യിൽ കവറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. എനിക്ക് പെട്ടെന്ന് ചായ ഇട്ട് തരുന്നു. അങ്ങനെ എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ പാരൻസ് ആണല്ലോ. നമ്മുടെ ജന്മദിനമൊക്കെ അടുക്കുമ്പോൾ അവർക്ക് നമ്മളോടൊരു സ്നേഹം കൂടുതലായിരിക്കും. ഇന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് 2 വീലറിലാണ്. എനിക്ക് ഈ 2 വീലറിൽ ചുമ്മാ കറങ്ങാൻ പോണത് ഭയങ്കര ഇഷ്ടമാണ്. കാറിലാവുമ്പോൾ നമുക്ക് പാർക്ക് ചെയ്യേണ്ട അസൗകര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ ഇന്നൊരു കൊറിയർ സർവീസിൽ കോള് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഐറ്റം വന്നിട്ടുണ്ടെന്ന്. ഞാൻ വിചാരിച്ചു എനിക്ക് ആരോ ബർത്ത്ഡേ ഗിഫ്റ്റ് അയച്ചതാണ്. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ തന്നെ അറിവോട് കൂടിയിട്ട് അയച്ചൊരു സംഭവമാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് ചമ്മിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ബോക്സ് വന്നിരിക്കുന്നുണ്ട്. നമുക്കത് നാളെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.